Hi guys, welcome back to my YouTube channel. So today's video is all about skin care. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൺസ്ക്രീനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ എനിക്ക് ഒരുപാട് കമൻസ് ഒന്നും അതിൽ വന്നിട്ടില്ല. എന്നാലും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്യുമോ, സ്കിൻ കെയർ ഒക്കെ പറഞ്ഞു തരുമോ. I know that most of the people doesn't know about skin care and they does not know how to do it. അതായത് അവർക്ക് എങ്ങനെ ചെയ്യണം എന്നറിയത്തില്ല, എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പം. സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദം. അപ്പം എന്തായാലും ഞാൻ സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞു തന്നെ തുടങ്ങാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള 3 റൊട്ടീൻസാണ് സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. സോ വാട്ട് ഈസ് സ്കിൻ കെയർ? സ്കിൻ കെയർ വേഴ്സസ് മേക്കപ്പ്. കുറേ ആൾക്കാർക്ക് ഇന്നുള്ള തെറ്റിദ്ധാരണയാണ് സ്കിൻ കെയറും മേക്കപ്പും ഒന്നാണെന്നുള്ളത്. മുഖത്ത് ഓരോന്ന് വായി പൊത്തുക എന്നതല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ജസ്റ്റ് നീഡ് ടു നോ അബൌട്ട് വാട്ട് ഈസ് സ്കിൻ കെയർ. ഓക്കെ, സ്കിൻ കെയർ എന്താണെന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് ബോഡിയിൽ കൊളസ്ട്രോൾ വരും, ഷുഗർ വരും, പ്രഷർ കൂടും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിന് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്, നമ്മൾ ബോഡീനെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹെൽത്ത് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ ഹെൽത്ത്. നമ്മൾ ഈ ഒരു സ്കിൻ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ആക്നെ, പിഗ്മെൻറ്റേഷൻ, മെലാസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. സോ ഓൾ ഓഫ് ദീസ് പ്രോബ്ലംസ് ആർ കോസ്ഡ് ബൈ ലാക്ക് ഓഫ് സ്കിൻ കെയർ. അപ്പം എങ്ങനെ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാം? ഇനിയിപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്ത് അത് പാളിപ്പോയാലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ചൂസിങ് ദി റൈറ്റ് പ്രോഡക്ട്സ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി. So in today's video I am going to recommend all the products for you. പക്ഷേ നിങ്ങളുടെ സ്കിൻ കെയർ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. എനിക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് യൂസ് ചെയ്യേണ്ട ആൾക്കാർ. ആൻഡ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഭയങ്കര വൈഡാണ്. സോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒരു കാര്യം, നിങ്ങളുടെ പ്രോഡക്റ്റ്സ്. അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ സ്കിൻ കെയർ പ്രോഡക്റ്റ് മേടിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും ഒരു വിശ്വാസമില്ല, നിങ്ങളെ തന്നെ ഒരു വിശ്വാസമില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാം. ബട്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു ഡെർമാറ്റിനെയൊക്കെ കാണാമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല കാശ് ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കറിയാം ChatGPT, ഗൂഗിൾ, ജെമിനായി ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മേ ബി കുറച്ച് ടഫുള്ളൊരു പ്രൊസീജിയറാണ് ഒരു സ്കിൻ കെയർ കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ വൺസ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ലാഗ് എടുപ്പിക്കാതെ നേരെ കാര്യത്തിലോട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്കിൻ കെയർ വേറെ, മേക്കപ്പ് വേറെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മേക്കപ്പ്. അപ്പോൾ മേക്കപ്പിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആരുമില്ല, കാരണം എനിക്ക് മേക്കപ്പിനെ പറ്റി വലിയ ധാരണയില്ല. സോ സ്കിൻ കെയറിനെ പറ്റി ഞാൻ പറയാം. ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് 10th കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നിങ്ങളൊരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ പോയി ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് മേടിക്കേണ്ട ഒരു സാധനം അല്ല സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. സ്കിൻ കെയർ എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. സ്കിൻ കെയർ ചെയ്യുമ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡിങ് യുവർ സ്കിൻ ടൈപ്പ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റി ഒരു ധാരണയൊക്കെ ഉണ്ടാവണമായിരിക്കും. ഇനിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു ഫേസ് വാഷ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫേസ് വാഷ്, ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, ഹിമാലയൻ്റെ ഫേസ് വാഷ് ഇപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആവുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അത്യാവശ്യം സ്യൂട്ടാവുന്ന, ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഒഴിച്ച് ഉള്ള ആൾക്കാർക്ക് സ്യൂട്ടാവുന്നൊരു ഫേസ് വാഷാണ് സിമ്പിളുടെ ഫേസ് വാഷ്. ആൻഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം ഒന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് 2 hours വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫേസിൽ. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കുക. സോ ടിഷ്യൂ പേപ്പർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ഫുള്ള് ഓയിലാണ് ടിഷ്യൂ പേപ്പറിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. ഇല്ലെങ്കിൽ ഈ ഒരു ടീ സോണിൽ മാത്രമാണ് നിങ്ങൾക്ക് ഓയിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. മാത്രമല്ല നിങ്ങൾക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് വലിയുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നാണ്. അല്ലെങ്കിൽ കുറച്ച് റെഡ് പാച്ചസ്, കുറച്ച് ഇറിറ്റേഷനൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ്. നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിന്നാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നത്. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞതേ ഉള്ളൂ, കാരണം അത് ഭയങ്കര എളുപ്പമുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പം ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കലാണ്. അപ്പം സ്കിൻ ടൈപ്പ് നിങ്ങൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്കിൻ കെയറിലേക്ക് കിടക്കുന്നത്.
സോ ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരുണ്ടാവും, കോമ്പിനേഷൻ ഉള്ളവരുണ്ടാവും, സെൻസിറ്റീവ് ഉള്ളവരുണ്ടാവും, ഡ്രൈ ഉള്ളവരുണ്ടാവും, നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ളവരുണ്ടാവും. അപ്പം ഇതിൽ തന്നെ ഓരോ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പം അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കിൻ ടൈപ്പ് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യേണ്ടത്. ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സീറംസ്, ടോണേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും നിങ്ങളുടെ കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ടീനേജ് ഏജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇനിയിപ്പോൾ 18 ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, പക്ഷേ ടീനേജിൽ തുടങ്ങുന്നത് ബെറ്റർ ആണെന്നാണ് ഞാൻ പറയുന്നത്. ബേസിക് ആയിട്ടുള്ളൊരു 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ ഒരു 12-13 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും തുടങ്ങാം. സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നൊരു 6 മാസം, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, 1 വയസ്സ് 2 വയസ്സൊക്കെ തൊട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് തുടങ്ങുക. കാരണം സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്രയ്ക്കും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ബേബി സൺസ്ക്രീൻസ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ടീനേജ് തൊട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ബേസിക് 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീനിലാണ്. സോ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലക്സ് ആക്കേണ്ട ഒരു സാധനമല്ല. നിങ്ങളൊരു 5-10 സ്റ്റെപ്പ് റൊട്ടീൻ എന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള, അത് ഈവൻ എവറി ഡെർമാറ്റോകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്, ബേസിക് ആയിട്ടുള്ള 3 സ്കിൻ കെയർ റൊട്ടീൻ: ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് സൺസ്ക്രീൻ. സോ ഈ ബേസിക് ആയിട്ടുള്ള 3 റൊട്ടീൻസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കാര്യം. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ക്ലെൻസിങ്. നിങ്ങൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ മുഖത്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് ഈസ് എ ബെസ്റ്റ് ചോയ്സ് ഫോർ യു. അതായത് നിങ്ങളൊരു ക്ലെൻസർ മേടിച്ച് യൂസ് ചെയ്യുക. സെറ്റഫിലിൻ്റെ ക്ലെൻസർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡെർമാക്കോയിൻ്റെ ക്ലെൻസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഇതുപോലുള്ള ക്ലെൻസർ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്തിട്ട് മുഖം കഴുകുന്നത് എപ്പോഴും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മുഖം കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളവർ. ഇനി അതൊന്നും യൂസ് ചെയ്യാത്ത ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ചെയ്യേണ്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി അതിന് മുമ്പുണ്ടല്ലോ, മെൻ വേഴ്സസ് വുമൺ സ്കിൻ കെയർ ഒരു ഓപ്ഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ആണുങ്ങൾ പറയുന്നുണ്ട് ഡെറ്റോൾ സോപ്പാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഈ സ്കിൻ കെയറിന് ജെൻഡർ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് വുമൺ അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിൻ കെയർ, ദ വേർഡ് ഇറ്റ് സെൽഫ് സേസ് ദാറ്റ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് കെയറിങ് യുവർ സ്കിൻ. അതൊരു ജെൻഡർപരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പം ഞാൻ ഈ പറയുന്ന റുട്ടീൻ ഓഫ് കോഴ്സ് മെയിലിലും ഫീമെയിലിലും ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, ഞാൻ ക്ലെൻസിങ്ങിലേക്ക് വരാം. ഫസ്റ്റ് വൺ ഈസ് ഫേസ് വാഷ്. നിങ്ങൾ അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത നോർമൽ ഒരു സ്കിൻ കെയർ റൊട്ടീൻ മാത്രമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൻറലായിട്ടൊരു ഫേസ് വാഷ് തന്നെ നിങ്ങൾക്ക് ധാരാളം. ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കണ്ട ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓയിലി കോമ്പിനേഷൻ സ്കിന്നുള്ളവരുടെ മെയിൻ ഒരു കൺസേൺ ആണ് ആക്നെ പ്രോൺ സ്കിൻ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഈ ആക്നെ വരിക എന്നുള്ളത് സ്കിൻ കെയർ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആക്നെ വരും. അപ്പം അത് പ്രോപ്പറായിട്ടുള്ളൊരു ഫേസ് വാഷ് നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് കാശ് കുറച്ച് മുടക്കണം എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന് എക്സ്ട്രാ പൈസ ഭാവിയിൽ മുടക്കേണ്ടി വരും ഓഫ് കോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഫേസ് വാഷ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കുമ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പാച്ച് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കഴുത്തിൻ്റെ എവിടെയോ അല്ലെങ്കിൽ ഈ ഒരു ചെവിൻ്റെ ഈ ഒരു ബാക്ക് പോർഷനിലോ ആ ഒരു പ്രൊഡക്റ്റ്, ഫേസ് വാഷിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, സീറംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഈ ഒരു ചെവിൻ്റെ ബാക്ക് പോർഷനിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ എവിടെയോ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 24 hours വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ എന്തെങ്കിലും റിയാക്ഷനോ അല്ലെങ്കിൽ ബംപ്സ്, റാഷസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ ഫേസിലോ ബോഡിയിലോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പാടില്ല. ബാക്ക് ടു അവർ 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റൊട്ടീൻ. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ ഫേസ് വാഷ് പറഞ്ഞു. ഫേസ് വാഷ് നമ്മൾ ചെയ്യുന്നത് ഫേസിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓയിൽ, ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഈ ഫേസ് വാഷ് തന്നെ പലതരത്തിലുള്ള ഫേസ് വാഷുകളുണ്ട്. ജെൻറലായിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡുള്ള ഫേസ് വാഷ് ഉണ്ട്, നയസിനമൈഡുള്ള ഫേസ് വാഷ് ഉണ്ട്. ആൻഡ് ഒരിക്കലും ഞാൻ ഈ ഒരു ആക്റ്റീവ്സ് ഉള്ള ഈ നയസിനമൈഡ്, സാലിസിലിക് ആസിഡ് ഇതൊക്കെയുള്ള ഫേസ് വാഷ് ഞാൻ ഒരിക്കലും ഡെയിലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല.
ഡെയിലി യൂസിന് നിങ്ങൾ രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ മാത്രം മതി. സെറ്റഫിലിൻ്റെ ക്ലെൻസേഴ്സ് ഉപയോഗിക്കാം, സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ജെൻറ്റിലായിട്ടുള്ള നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ജെൻറ്റിലായിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഓരോ സ്കിൻ ടൈപ്പിനുള്ള പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാനത് കണ്ടുപിടിച്ചിട്ട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഫേസ് വാഷാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി സെക്കൻഡിലേക്ക് നമ്മൾ വരുമ്പോൾ മോയ്സ്ചറൈസർ. കുറേ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മോയ്സ്ചറൈസർ. എസ്പെഷ്യലി ഓയിലി കോമ്പിനേഷൻ സ്കിന്നൊക്കെ ഉള്ളവർ പറയും, എനക്കെന്തിനാണ് മോയ്സ്ചറൈസർ, എനിക്ക് ഓൾറെഡി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് മോയ്സ്ചറൈസിങ് അല്ലേ. അതാണ് നിങ്ങളെ ഏറ്റവും വലിയൊരു മണ്ടത്തരം. അതാണ് ഈ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് അവരുടെ സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്താം. ഈ മോയ്സ്ചറൈസർ നമ്മൾ എപ്പോഴും സൺസ്ക്രീനിന് മുമ്പാണ് യൂസ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൺസ്ക്രീനിലുള്ള കെമിക്കൽസ്, സൺസ്ക്രീനിൽ അത്യാവശ്യം നല്ല രീതിക്ക് കെമിക്കൽസ് ഉണ്ട്. സോ ഈ ഒരു കെമിക്കൽസ് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ബാലൻസ്ഡ് പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ആക്നെ പ്രോൺ സ്കിന്നിന് അവരുടെ തന്നെയുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് എസ്പെഷ്യലി നല്ല രീതിക്ക് തന്നെ മോയ്സ്ചർ തരുന്നൊരു മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മോളിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ നല്ലതാണ് ഡ്രൈ സ്കിന്നിന്. ഞാൻ യൂസ് ചെയ്യുന്നത്, എൻ്റെ ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ B5 ഉള്ളൊരു മോയ്സ്ചറൈസറാണ്. അതിൽ ഹാലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മോയ്സ്ചറൈസിങ് ആണത്. അതെനിക്ക് തോന്നുന്നു ഒരു നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നിന്, അത് ഓയിലി സ്കിന്നിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആണ്. പിന്നെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഓയിലി സ്കിന്നിനുള്ള NMF കോംപ്ലക്സ് ഒക്കെ ഉള്ളൊരു മോയ്സ്ചറൈസർ. അത് നല്ലതാണ് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനൊക്കെ. ആൻഡ് മോയ്സ്ചറൈസർ നമ്മളുടെ ഫേസിന് അത്യാവശ്യം മോയ്സ്ചർ തരാൻ വേണ്ടിയിട്ടും ഈ ഒരു സൺസ്ക്രീനിൻ്റെ കെമിക്കൽസിൽ നിന്നൊക്കെ ഒരു ബാരിയർ തരാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് ആൻഡ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, നമ്മുടെ കഥയിലെ വില്ലനാണ് സൺസ്ക്രീൻ. സൺസ്ക്രീനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. UV റേസിൽ നിന്ന് നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു SPF 50 എബോവ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. PA4+ റേറ്റിങ്ങോ PA3+ റേറ്റിങ്ങോ ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. ഓഫ് കോഴ്സ് ഞാൻ ആര് ചോദിച്ചാലും ഞാൻ ഒന്നും നോക്കാതെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ. ഇപ്പോഴും ഞാൻ ഒരുപാട് റിവ്യൂസ് കേൾക്കുന്നുണ്ട് ആ സൺസ്ക്രീനിനെ പറ്റി. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ്. ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിൽ കൂടിയും അവരുടെ പല വേർഷൻസ് ഓഫ് സൺസ്ക്രീൻ ഉണ്ട്. സോ നിങ്ങൾ സ്കിൻ ടൈപ്പ് പറയുകയാണെങ്കിൽ, കുറച്ച് കൺസേൺസ് ഒക്കെ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ് ആഫ്റ്റർ യൂസിങ്. അത്രയ്ക്കും അടിപൊളി എത്ര പറഞ്ഞാലും മതിയാകത്തില്ല സൺസ്ക്രീനെ പറ്റിയിട്ട്. ഞാൻ അതിലേക്ക് എത്തുന്നൊരു ജേണി, ഞാൻ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഞാൻ ആ ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്തതാണെന്നേ പറയത്തുള്ളൂ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഇനി ഇതാണ് മെയിനായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 സ്റ്റെപ്പുകൾ. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്കിൻ കെയറിൽ സീറംസ് ഉണ്ടാവും, ടോണേഴ്സ് ഉണ്ടാവും, സ്നെയിൽ മ്യൂസൊക്കെ, നമ്മുടെ കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസൊക്കെ യൂസ് ചെയ്യുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഇതൊക്കെ എപ്പോൾ യൂസ് ചെയ്യണം, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഉണ്ടോ? അപ്പം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്കിൻ കൺസേൺ ഉപയോഗിച്ചിട്ടാണ്. ഇനി വില്ലന്മാർ ഇവരൊക്കെയാണ്. ഈ ബേസിക് ആയിട്ടുള്ള 3 സ്റ്റെപ്പ് റൊട്ടീനുകൾ നിങ്ങൾ കറക്റ്റ് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും. ഇനി സെറംസ്, ഞാൻ ഇതുവരെ സെറംസ് ഒന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി വേണം എൻ്റെ ഒരു സ്കിൻ കൺസേൺ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഈ ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫേസിലുള്ള കുറച്ച് എക്സ്ട്രാ ഹൈഡ്രേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനൊരു ഡെർമറ്റിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യുന്ന ഭൂരിഭാഗം ഫേസ് വാഷിലും നമ്മളുടെ ഫേസിന് വേണ്ടിയിട്ടുള്ള pH ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനുള്ള ലെവലിലാണ് ആ ഒരു ഫേസ് വാഷ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ടോണേഴ്സിൻ്റെ ആവശ്യം ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നൊക്കെയാണ്, കുറച്ചും കൂടെ ഹൈഡ്രേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ടോണർ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സെറംസ്, ഇന്ന് നമുക്ക് കുറേ സെറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വൈറ്റമിൻ C സെറം ഉണ്ട്, സാലിസിലിക് ആസിഡ് സെറം ഉണ്ട്, നയസിനമൈഡ് സെറം ഉണ്ട്, അതിന് കോംബോ വരുന്ന സെറംസ് ഉണ്ട്. പിന്നെ AHA BHA വരുന്ന സെറംസ് ഉണ്ട്. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് സെറംസ് ഉണ്ട്. എനിക്ക് കറക്റ്റൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ കുറേ സെറംസ് ഒന്ന് അവൈലബിൾ ആണ്. അപ്പം ഈ സെറംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ, ഭയങ്കര ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സെറംസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാം. സാലിസിലിക് ആസിഡ്, നയസിനമൈഡ് ഒക്കെ അത്യാവശ്യം നല്ലൊരു ചോയ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ടാൻഡ് സ്കിന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭയങ്കര ഡൾ സ്കിന്നാണ്, പിന്നെ റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ, ഇതൊക്കെ ഭയങ്കര ഹാർഷായിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പം അതൊക്കെ നിങ്ങൾ അത്രയ്ക്കും കുറച്ച് ഒരു 20+ ഒക്കെ യൂസ് ചെയ്യേണ്ടതാണ്. അതും നിങ്ങൾ അത്രയും റിസർച്ചൊക്കെ ചെയ്തിട്ട് അത്രയ്ക്കും സ്കിൻ കണ്ടീഷൻ അത്രയ്ക്കും വേഴ്സ് ആണെങ്കിൽ മാത്രം റെറ്റിനോളൊക്കെ യൂസ് ചെയ്യുക. ഞാൻ
ഒരു വട്ടം ഒരു അണ്ടർ ഐ ക്രീം മേടിച്ചു. റെറ്റിനോളും വൈറ്റമിൻ കെ എന്നുള്ള ഒരു അണ്ടർ ഐ ക്രീം. അത് കമ്പനി ഏതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞാനത് ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് പൊങ്ങി വന്ന് എനിക്ക് ചൊറിയാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. സെറംസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ റെറ്റിനോൾ, ഗ്ലൈക്കോളിക് ആസിഡൊക്കെ അതൊക്കെ നിങ്ങൾ സ്കിൻ കണ്ടീഷൻസ് അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ തന്നെ പറയാം. അതൊരു എല്ലാവരും ചാടിക്കയറി സെറമൊക്കെ ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻസ്, പിഗ്മെൻറ്റേഷൻ, ആക്നെ, അതൊക്കെയുള്ള സ്കിൻ കണ്ടീഷൻസ് അനുസരിച്ചാണ് ഈ സെറംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഭയങ്കര ആക്നെ ഉണ്ട്, അല്ലെങ്കിൽ മുഖത്ത് അങ്ങനെ എക്സ്ട്രീം ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഭയങ്കര അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈ സെറംസ്, റെറ്റിനോള്, ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനെയുള്ള ഹെവി സ്കിൻ കെയർ പ്രോഡക്ട്സിനെ പറ്റിയിട്ട്. പിന്നീട് ഞാൻ പറയാം. അടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. ഇപ്പം ഒരു 20+21 ഒക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓഫ് കോഴ്സ് ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ തന്നെ പറയും. ഇപ്പം ഞാൻ ബേസിക്കായിട്ട് സ്കിൻ കെയർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ. ഇനി എൻ്റെ സ്കിൻ കെയർ റൊട്ടീനും അത് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്ര നീണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഞാൻ നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ബേസിക് 3 സ്റ്റെപ്പ് റൊട്ടീൻ മാത്രം മതി നിങ്ങൾക്ക്. നിങ്ങൾ ആദ്യം ഇതൊരു 1-2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് പോവുക. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസറിനെ കമൻറ്റ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങളൊന്നും ചാടിക്കയറി തീരുമാനം എടുക്കരുത് ദയവേത്. ഒരാൾ പറയുന്നു വാവ് എൻ്റെ ടാൻ പോയി നോക്കൂ, നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരും കുറേ പേര്. ആ ഒരു കെണിയിൽ നിങ്ങൾ വീഴരുത് ദയവേത്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്കും നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്ന ആൾ നിങ്ങളാണ്. സോ നിങ്ങൾ ഒരിക്കലും ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ടിട്ടല്ല ഒരു പ്രൊഡക്റ്റും തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ തന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, ലൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഫുൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്കിൻ കെയറിനെ പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ, പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ കുറേ സ്കിൻ കെയർ വീഡിയോസും കുറേ ലൈഫ് സ്റ്റോറീസും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കൺസേൺസും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു. എൻ്റെ കമൻറ്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വർഷത്തെ എൻ്റെ വിഷൻ ബോർഡ് അത് ഞാൻ പറയുന്നില്ല. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്, വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഏപ്രിൽ മാസം കഴിയുന്നതിന് മുമ്പ് ഒരു 50 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആകണമെന്ന് എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹമാണ്. പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് സാധിച്ചു തന്നാൽ, ഞാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല സബ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണ്, ഈ കൊച്ചിനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്താൽ മതി. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നില്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ സൈനിങ് ഓഫ് ഫ്രം അന്ന ആൻഡ് യു വാച്ചിങ് അന്ന സാമാസ് യൂട്യൂബ് ചാനൽ. ബൈ. സോ ഞാൻ ഇനി കൊടുക്കുന്നത് കുറച്ച് സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി സൺസ്ക്രീനെ കുറിച്ചുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റി റിസർച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് വെച്ചാൽ മതി.